वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपकदा मह्यं ददान्ति स्वपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्ण पादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौरांगी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे हरि ओम तत्सत् हरे कृष्णा। So Bhagavad Gita as it is, 1 second, the base chapter 7 lab 7.13 7.13 7.13 1 3 lakh. അതെ അതെ Hare Krishna. 7 point Bhagavad Gita as it is, chapter 7, text 13. त्रिभिर गुणमयीर भावेर येभि सर्वम् इदं जगत् मोहितं नाभिजानाति माम एभ्यः परमव्ययम्. निशा माता जी. हरे कृष्ण प्रभु। हरे कृष्णा. त्रिभिर्गुणमयैर्भावैरेभिः सर्वमिदं जगत् मोहितं नाभिजानाति मामेद्य परमव्ययम्। प्रभु जी. Fueled by the three modes, goodness, passion, and ignorance, the whole world does not know me, who am above the modes and inexhaustible. Very good. Deluded by the three modes, goodness, passion, and ignorance, the whole world does not know me, who am above the modes and inexhaustible. പ്രഭു ഒന്ന് വിശദീകരിക്കാമോ എന്താണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നതെന്ന്? അതായത് ഈ മൂന്ന് ത്രീ മോഡ്സ്, സാത്വികം, രാജസം, താമസമായിട്ടുള്ള എല്ലാം എന്റെ ശക്തിയുടെ ബഹിർസ്ഫുരണങ്ങളാണ്. ദാറ്റ് മീൻസ് പാർട്ട് ഓഫ് ദ സ്ട്രെങ്ത് ആണ് ഭഗവാന്റെ. വേറൊരർത്ഥത് പറയുകയാണെങ്കിൽ എല്ലാം ഭഗവാൻ തന്നെയാണ്. ബട്ട് അവരതിന് അധീനനല്ലേനും. അത് എന്നിൽ നിന്നുണ്ടാവുന്നു, പക്ഷെ ഞാൻ അതിന് അധീനനല്ല താനും എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് പ്രഭുജി. ഇതില് മാതാജിക്ക് എന്താണ് എനിത്തിങ് ടു കോൺട്രിബ്യൂട്ട്? പ്രഭുജി, പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ മൂന്ന് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു ജീവാത്മാവും ഈ മൂന്ന് ഗുണങ്ങളിലെ ചുറ്റപ്പെട്ട് അതിന് അധീനനായിട്ട് ജീവിക്കുന്നു. എന്നാൽ അത് ഈ മൂന്ന് ഗുണങ്ങളും ഭഗവാനിൽ നിന്ന് ഉണ്ടായതാണെങ്കിലും ഭഗവാൻ അതിന് അധീനരല്ല. അതിന് ഭഗവാന്റെ ഒരു ദൈവിക ശക്തിയാണ് ഈ മൂന്ന് ഗുണങ്ങളെങ്കിലും ഭഗവാൻ അതിനെല്ലാം അധീനനാണ്. പിന്നെ അവ്യയനുമാണ്. അവ്യയൻ പറയുമ്പോൾ നശിക്കാത്തതാണ്. പിന്നെ ഈ മൂന്ന് ഗുണങ്ങൾക്കും എബവ് ആണ് ഭഗവാൻ.
ഓക്കെ, വെരി ഗുഡ്. പക്ഷെ എന്താണ് ഭഗവാൻ പറയുന്നത്? ഡെല്യൂഡഡ് ബൈ ദ ത്രീ മോഡ്സ്. എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഒരു കൺഫ്യൂഷൻ, ഒരു ഡെല്യൂഷൻ വരുന്നത്? എന്താണ് കാരണം? ഡെല്യൂഡഡ് ബൈ ദ ത്രീ മോഡ്സ്, ഗുഡ്നസ്, പാഷൻ, ഇഗ്നോറൻസ്, ദ ഹോൾ വേൾഡ് ഡസ് നോട്ട് മീ. അതുകൊണ്ട് എന്നെ, ഞാൻ എന്ന ആ രീതിയിൽ കാണാൻ പറ്റുന്നില്ല. ഹു ആം അബൌട്ട് ദ ത്രീ മോഡ്സ്. ഓക്കെ, അത് ഭഗവാനെ കാണേണ്ട രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ മൂന്ന് ഗുണങ്ങൾ കാരണം. നമ്മളെ വി ആർ ഇൻ ഡെലൂഷൻ ഓർ ഡിലമ, ഓക്കെ, ഓർ ബിവിൽഡർമെന്റ്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ആ കൺഫ്യൂഷൻസ് വരുന്നത്? കാരണം എന്താണ്? നമ്മുടെ സ്വരൂപം എന്താന്ന് നമ്മൾ മറന്നുപോയി പ്രഭുജി. നമ്മൾ ഈ കാണുന്ന ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണയിൽ ജീവിക്കുകയാണ്. ഈ നമ്മൾ ശരീരമല്ല, ആത്മാവാണ്, നമ്മൾ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ സുപ്രീം ലോർഡ് ആണ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മറന്നുപോയി നമ്മൾ ഈ ഗുണങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ ഡെലൂഷൻ എന്തുകൊണ്ടാണ് വരുന്നത്? എന്താണ് കാരണം? നമുക്ക് ഈ ഡെലൂഷൻ, കൺഫ്യൂഷൻ സ്റ്റേജ് വരാൻ കാരണം എന്താ? അതായത് വാസ്തവ വസ്തു നമുക്ക് മനസ്സിലാക്കാൻ കഴിവില്ല. എന്തുകൊണ്ട് നമുക്ക് ആ വാസ്തവ വസ്തുവിനെ മനസ്സിലാക്കാൻ കഴിവില്ല? എന്താണ് ആ ഡെലൂഷനിൽ കാരണം? ആ ഒരു കൺഫ്യൂഷൻ, ആ ഒരു സ്റ്റേജ് എന്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്? എന്താണ് കാരണം എന്ന് പറയുന്നത്, ചോദിക്കുന്നത്? അതായത് ഈ മൂന്ന് ഗുണങ്ങളും എന്താണ്? ഈ മൂന്ന് ഗുണം നമ്മളെ കൺഫ്യൂഷൻ സ്റ്റേജിൽ കൊണ്ടിരുന്നു. അതിന് അതീതനാണ് ഭഗവാൻ. അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളുടെ അധീനപ്പെട്ട് നമ്മൾ കിടക്കുന്ന നമ്മളെ, അതിനും അപ്പുറത്തുള്ള ഭഗവാനെ നമുക്ക് കാണാൻ പറ്റില്ല. അതിന്റെ ആ വാസ്തവികത നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിന്റെ അബ്സല്യൂട്ട് ട്രൂത്തിനെ, പരമസത്യത്തിനെ മനസ്സിലാക്കാൻ ഈ മൂന്ന് ഗുണങ്ങൾ ഇരുന്നു കൊണ്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഡെലൂഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ മൂന്ന് ഗുണങ്ങൾ അകപ്പെട്ട് കിടക്കുന്നുണ്ട്. വി ആർ ടോട്ടലി ഡെലൂഡഡ് ഓർ കൺഫ്യൂസ്ഡ്, ഒരു ചിന്താകുഴപ്പം ഇല്ലേ? അപ്പോ ഇതിന് അതീതമായ, ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതമായ ഭഗവാനെ കാണണമെങ്കിൽ ഈ മൂന്ന് ഗുണങ്ങളിൽ നിന്ന് നമ്മൾ കയറണം. ഓക്കെ, അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളിൽ നമ്മൾ അകപ്പെട്ട് ജീവിക്കുന്നതുകൊണ്ട് ഇതിന് അതീതനായ ആ ഭഗവാനെ, എന്താ പറയാ, ശുദ്ധ സാത്വിക് സ്റ്റേജിലുള്ള ആ ഭഗവാനെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്ത് നമുക്ക് എന്താ റിലേറ്റീവ് ട്രൂത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അബ്സല്യൂട്ട് ട്രൂത്തിനെ ഈ മൂന്ന് ഗുണങ്ങളുടെ അധീനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ പറയുന്നത് ഡെല്യൂഡഡ് വിറോൾ. അതായത് ആരൊക്കെ ഈ മെറ്റീരിയൽ വേൾഡ് ഉണ്ടോ, ഈ മൂന്ന് ഗുണങ്ങൾ അകപ്പെട്ട് ജീവിക്കുന്നുണ്ടോ, അവർക്കൊന്നും ഈ മൂന്ന് ഗുണങ്ങളിൽ അതീതമായി നിൽക്കുന്ന ഭഗവാനെ, അവ്യവമായിട്ട് നിൽക്കുന്ന ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്, അല്ലെ? അതല്ലേ ശരി? അതുകൊണ്ടാണ് ദ ഹോൾ വേൾഡ് ഡസ് നോട്ട് നോ മീ. കാരണം അതിനുള്ള ക്വാളിഫിക്കേഷൻ നമുക്കില്ല. ഭഗവാനെ ആസ് ഹി ഈസ്, അബ്സല്യൂട്ട്, ആ പൂർണ്ണ സ്വരൂപമായിട്ടുള്ള അബ്സല്യൂട്ട് ട്രൂത്തിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് ഈ മൂന്ന് ഗുണങ്ങൾ ഇരുന്നു കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. So the whole world is enchanted by the three modes of material nature. Those who are bewildered by these three modes cannot understand that transcendental to the material nature is the Supreme Lord Krishna. അപ്പൊ ദിവ്യ സ്വരൂപനായ ഭഗവാനെ, ഈ മൂന്ന് ഗുണങ്ങളിൽ അതീതനായി നിൽക്കുന്ന ഭഗവാനെ, ഈ മൂന്ന് ഗുണങ്ങളിൽ അധീനപ്പെട്ട് കിടക്കുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ദിവ്യ സ്വരൂപമാണ്. നമ്മളിതെല്ലാം ഭൗതിക വസ്തുക്കളാണ്, അല്ലേ? അതുകൊണ്ട് ഭൗതിക ലോകം എന്ന് പറയുന്നത്. ഓക്കെ, അത് ആത്മീയ ലോകം, ഇത് ഭൗതിക ലോകം. അപ്പൊ ഭൗതികമായിട്ടുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന ഭൗതിക ഗുണങ്ങളുള്ള, ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങളുള്ള നമുക്ക് അതീന്ദ്രിയനായ ആ ഭഗവാനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറയുന്നത്. So every living entity under the influence of material nature has a particular type of body and a particular type of psychological, biological activities accordingly. Okay, ഇതെല്ലാം ഈ ഭൗതിക ലോകത്തിന് മാത്രമേ ഉള്ളൂ, അല്ലേ? ആധ്യാത്മിക ലോകത്തിൽ എങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളെല്ലാം സച്ചിദാനന്ദമായിട്ടുള്ള ആ സ്വരൂപം ഉള്ളത് കൊണ്ട്. അപ്പൊ ഇവിടെ സൈക്കോളജിക്കലും ബയോളജിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും നമ്മളെ അവിടെ ബാധിക്കില്ല, ഇവിടെ നമ്മളെ ബാധിക്കുന്നു. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഓരോ പെർട്ടിക്കുലർ സൈക്കോ ഫിസിക്കൽ നേച്ചർ ഉണ്ട്. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ബോഡി തന്നിട്ടുണ്ട്, ഓരോ ഡിഫറെന്റ്, എല്ലാവരും യൂണിക്കാണ്. നമുക്ക് നമ്മുടെ ചിന്താഗതി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, എവറിത്തിങ് ഡിഫേഴ്സ് ഫ്രം വൺ അനദർ. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ ആ അബ്സല്യൂട്ട്
രൂപത്തിനെ നമുക്ക് കാണാനും മനസ്സിലാക്കാനും പറ്റില്ല. So there are 4 classes of men functioning in the 3 modes of material nature. Those who are purely in the mode of goodness are called brahmanas. Those who are purely in the mode of passion are called kshatriyas. Those who are in the modes of both passion and ignorance are called vaishyas. Those who are completely in ignorance are called shudras. ഇങ്ങനെയാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതായത് ഭഗവാൻ തന്നെ ബ്രാഹ്മണന്മാരാണ് മോഡ് ഓഫ് ഗുഡ്നെസ് പ്രിഡോമിനന്റ്ലി. അപ്പൊ അവർക്ക് ഇഗ്നോറൻസ്, അതായത് രജോ ഗുണം തമോ ഗുണം ഇല്ല എന്ന് പറയില്ല. പ്രിഡോമിനന്റ്ലി അവര് സാത്വികന്മാരാണ്. അതേപോലെ ക്ഷത്രിയന്മാരെ പ്രിഡോമിനന്റ്ലി രജോ ഗുണക്കാരാണ്. വൈശ്യന്മാര് പ്രിഡോമിനന്റ്ലി രജോ ഗുണം എന്താ പറയുക മറ്റേ തമോ ഗുണമാണ്. ആൻഡ് ശൂദ്രന്മാര് കംപ്ലീറ്റ്ലി തമോ ഗുണം പ്രിഡോമിനന്റ്ലി. പക്ഷെ അവർക്കും ശൂദ്രന്മാർക്കും സത്വഗുണം കാണിക്കാം, രജോ ഗുണം കാണിക്കാം. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഈ വർണ്ണങ്ങൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദോസ് ഹു ആർ ലെസ് ദാൻ ദാറ്റ് ആർ അനിമൽസ് ഓർ അനിമൽ ലൈഫ്. അതിനും താഴ്ന്ന ആൾക്കാരാണ് അനിമൽ ലൈഫ്. അതായത് അപ്പൊ അനിമൽ ആവണം നിർബന്ധമില്ല. അതിലും താഴ്ന്ന് പെരുമാറുന്ന ആൾക്കാരെ മൃഗത്തിന് തുല്യമായ അതിലും ആൾക്കാരുണ്ട്. ശൂദ്രന് താഴെ ആൾക്കാരുണ്ട്, മനുഷ്യരായിട്ട് ജീവിക്കുന്ന 2 legged അനിമൽസ്. പക്ഷെ അവരുടെ എന്തായിരിക്കും? അനിമൽ പ്രൊപ്പൻസിറ്റി ആയിരിക്കും. ഇതൊന്നും താഴ്ന്നിട്ടുള്ള ലെവലായിരിക്കും. അപ്പൊ ഇത് മനുഷ്യവർഗം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. ഓക്കെ. പക്ഷേ അതിന് താഴെയും ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അവരും മനുഷ്യന്മാരാണ്. പക്ഷെ അവര് അനിമൽ ടോട്ടലി കംപ്ലീറ്റ്ലി ഈവൻ വേഴ്സ് ദാൻ അനിമൽസ് ആയിരിക്കും. ഓക്കെ. അത് മൃഗങ്ങൾക്കും കൂടി കുറച്ചൊരു ഒരു മര്യാദയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇല്ലേ? ഒരു നായക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ ആ നായ ലോയൽ ആയിരിക്കും മാസ്റ്ററിന്. അത്രയും ലോയൽറ്റിയും കൂടിയും കാണിക്കാത്ത മനുഷ്യന്മാരുണ്ടായിരിക്കും, അല്ലേ? ശരിയല്ലേ പറയുന്നത്? അപ്പൊ അതാണ്. അപ്പൊ അതിലും താഴ്ന്ന ആൾക്കാര് അനിമൽ ലൈഫ്. സോ ഹൗവർ ദീസ് ഡിസിഗ്നേഷൻസ് ആർ നോട്ട് പെർമനന്റ്. I may be either a Brahmana, Kshatriya, Vaishya or whatever. In any case, life is temporary. But although life is temporary and we do not know what we are going to be in the next life, by the spell of the illusory energy, we consider ourselves in terms of the bodily conception of life. And we thus think that we are American, Indian, Russian or Brahmana, Hindu, Muslim, etc. ഉപാധികളെല്ലാം നമുക്ക് ദേഹത്തിനുള്ള ഉപാധികളാണ്, ഈ ശരീരത്തിനുള്ള ഉപാധികളാണ് ഈ ഡിസിഗ്നേഷൻ. ഞാനൊരു അമേരിക്കൻ ആണ്, ഒരു ഇന്ത്യൻ ആണ്, റഷ്യൻ ആണ്, ഞാൻ വെളുത്താണ്, കറുത്താണ്, ഞാൻ മലയാളിയാണ്, കൊലയാളിയാണ്. അതൊക്കെ എന്താണ്? ഇതെല്ലാം നമ്മുടെ ശരീരത്തിനുള്ള ഈ ഡിസിഗ്നേഷൻസ് ആണ്. ഇതൊക്കെ ടെമ്പററി ആണ്. ഈ ശരീരം വിട്ടുപോയാൽ എല്ലാം പോയില്ലേ? ശരീരം ഈ ഒരു 40 കൊല്ലം, 50 കൊല്ലം, 60 കൊല്ലം, മാക്സിമം വന്ന 100 കൊല്ലം. അത് കഴിഞ്ഞാൽ ഞാൻ ശിവനും അല്ല, മലയാളിയല്ല, ഒന്നുമല്ല. എനിക്ക് അടുത്ത ജന്മം എന്തായിട്ട് കിട്ടുന്ന അത് വീണ്ടും ആകുന്നു. അപ്പൊ ഇത് ടെമ്പററി ആണ്. ഇത് വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ബോഡി ഡിസിഗ്നേഷൻ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് അന്ന് ജസാക്ഷി പ്രഭു പറഞ്ഞില്ലേ, മറ്റേ സുഭാഷ് ചന്ദ്രബോസ് അല്ലെ, സുഭാഷ് ചന്ദ്രബോസ് ഭക്തി സിദ്ധാന്ത് സരസ്വതി ഗോസ്വാമി മഹാരാജിനെ ചെന്ന് കണ്ടിരുന്നു. ഓക്കെ. അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് അനുയായികളെ ഫ്രീഡം ഫൈറ്റിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്ത അദ്ദേഹം പറഞ്ഞ് നടക്കില്ലേ? കാരണം ഈ ഫ്രീഡം ഫൈറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല. ഗവൺമെന്റ് വന്നും പോയിക്കൊണ്ടിരിക്കും, ഭരണാധികാരികൾ വന്നും പോയിക്കൊണ്ടിരിക്കും. ഇന്ന് ഇന്ത്യ ഇംഗ്ലീഷുകാരുടെ കീഴിലായിരിക്കും, നാളെ വേറെ വല്ലവരും കീഴിലായിരിക്കും. പക്ഷെ പെർമനന്റ് ആയിട്ട് ഒരു സിറ്റുവേഷൻ അല്ല അത്. നമുക്ക് പെർമനന്റ് ആയിട്ട് എന്താണ് വേണ്ടത്? ഭഗവാനും നമ്മൾ തമ്മിലുള്ള അടുപ്പം. ഓക്കെ. അപ്പോ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചത്, ഇന്ന് നിങ്ങൾ ഇന്ത്യക്കാരനാണ്, ഓക്കെ, ഇന്ന് എന്താ പറയാ ബ്രിട്ടീഷിന്റെ വിപരീതമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്. നാളെ നിങ്ങൾ ഈ ജന്മം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇംഗ്ലണ്ടിൽ ജനിക്കുകയാണെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യും? അന്ന് ഇംഗ്ലണ്ടിന് വേണ്ടി ഇന്ത്യക്ക് അഗൻസ്റ്റ് ആയിട്ട് യുദ്ധം ചെയ്യും അതേ ആള്. ഓക്കെ. ഇന്ന് ഈ ശരീരത്തിലെ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ എന്നുള്ള ആ ഒരു പദവിയില് ബ്രിട്ടീഷിനെ തുരത്താൻ വേണ്ടിയിട്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു. ഇതേ നിങ്ങൾ ഈ ജന്മം വെടിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഇംഗ്ലീഷുകാരനായിട്ട് ജന്മം എടുത്താൽ യുദ്ധം അന്നുണ്ടായിരിക്കും. ഓക്കെ. അന്ന് നിങ്ങൾ ആരുടെ സൈഡിൽ നിൽക്കും? ഇന്ത്യക്കാരുടെ സൈഡിൽ നിൽക്കുമോ അതോ ബ്രിട്ടീഷുകാരുടെ സൈഡിൽ നിൽക്കുമോ? അല്ലെ? ഒരു നല്ല ചോദ്യമാണ്, നമുക്ക് ആക്ച്വലി ആലോചിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് സോ സ്പിരിച്വാലിറ്റി ഓർ കൃഷ്ണ കോൺഷ്യസ്നെസ് ഇസ് ബിയോണ്ട് ഓൾ ദീസ് ബോഡ്ലി ഡിസിഗ്നേഷൻസ്.
ഓക്കെ, അപ്പൊ ഈ പരിമിതിയിൽ വരുന്നതല്ല സ്പിരിച്വാലിറ്റി, കൃഷ്ണ കോൺഷ്യസ്നസ്. അപ്പൊ അതുകൊണ്ടാണ് ഇതാണ് ഇമ്പോർട്ടന്റ്. ഇതാണ് നമുക്ക് ഈ മനുഷ്യ ജന്മത്തിൽ മാത്രമാണ് നമുക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് കരകയറാൻ പറ്റുള്ളൂ. മറ്റതെല്ലാം ഒരു ശരീരത്തിൽ നിന്ന് വേറെ ശരീരം, ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലേക്ക് എന്താ പറയാ കുടിയേറി പാർക്കാൻ അല്ലാണ്ട് അതിനുപരിയായിട്ട് യാതൊന്നുമില്ല, എല്ലാം ടെമ്പററിയാണ്. ആ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് നമ്മൾ ജീവിക്കുക. ഈ ഭൗതിക ലോകത്ത് നിന്ന് ഈ എന്താ പറയാ ആങ്സൈറ്റി നിറഞ്ഞിരിക്കുന്ന ആ ലോകത്ത് നിന്ന് നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള ഒരേ ഒരു വഴി കൃഷ്ണ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി. ഇത് മനസ്സിലാക്കാണ് ഒരു മനുഷ്യന്റെ ധർമ്മം. ഈ മനുഷ്യ ജന്മം കിട്ടിയ ഒരുവന്റെ ധർമ്മം. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കുക. മറ്റതെല്ലാം ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. എനിമിറ്റി, ഇപ്പൊ ഈ ജന്മത്തിന് എനിക്ക് ഒരാളെ ശത്രുവുണ്ട്, പക്ഷെ അടുത്ത ജന്മത്തിന് എനിക്കറിയില്ല അത് ശത്രുവായിരുന്നു ബന്ധുവായിരുന്നു, എനിക്കറിയാൻ പറ്റില്ല. നമുക്ക് വന്നു ചേർന്നായിരിക്കാം. കാരണം നമ്മളെല്ലാം ഒരു വേവ്സ് ഇൻ ദ ഓഷ്യൻ ആണല്ലേ, കടലിൽ കിടന്ന തിരമാലകൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇന്നിപ്പോ മനുഷ്യ ജന്മം, അടുത്ത ജന്മം ചിലപ്പോൾ മൃഗമായിരിക്കും, ചിലപ്പോൾ എന്താ പറയുക ദേവത ജന്മമായിരിക്കും, അല്ലെങ്കിൽ ഈ സംസാര സാഗരത്തിനെ കയറിയിട്ട് ആധ്യാത്മിക ലോകത്തിൽ പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇതെല്ലാം ടെമ്പററി ആണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ ശരിക്കുള്ള ആ സത്വം മനസ്സിലാക്കിയിട്ട് ജീവിക്കുന്ന മനുഷ്യ ജന്മത്തിനെ ശരിക്കും മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് ശരിക്കുള്ള ഒരു സിവിലൈസ് man, or pure devotee എന്ന് പറയുന്നത്. So in any case this life is temporary, but although life is temporary and we do not know what we are going to be in the next life, by the spell of this illusory energy we consider ourselves in terms of the bodily conception of life, and we think that we are American, Indian, Russian, or Brahmana, Hindu, Muslim, etc. And if we become entangled with the modes of material nature, then we forget the Supreme Personality of Godhead who is behind all these modes. So Lord Krishna says that living entities deluded by these three modes of nature do not understand that behind the material background is the Supreme Personality of Godhead. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് ഗുണത്തിലും അധീനത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ ഭഗവാനെ പറ്റിയിട്ട് ഓർക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൽ എസ്പെഷ്യലി സാത്വികനായിട്ടുള്ള ഒരു ആൾക്ക് മാത്രമേ ഭഗവാനെ പറ്റിയിട്ട് ചിന്തിക്കാനെങ്കിലും പറ്റില്ല. മറ്റുള്ളവർക്ക് അതിന് സമയമില്ല. അവർ ഈ ഭൗതിക ലോകത്തില് ഇടപെട്ട് ജീവിക്കാണ്. അവർ ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, എന്തിനാണ് എനിക്ക് ഈ ജന്മം കിട്ടിയിരിക്കുന്നത്, എന്റെ ആ ലക്ഷ്യം എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാനുള്ള സമയമോ അതിനുള്ള കഴിവോ അതിനുള്ള ബുദ്ധിയോ ഉണ്ടായിരിക്കില്ല. അവരുടെ രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ജീവിക്കുന്ന ആൾക്കാർ അതാണ്. പക്ഷെ സത്വഗുണത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാം, ഓ എന്തോ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്നത്, മറ്റുള്ളവരെ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ വരുന്നു, ഞാൻ ആരാണ്, ഭഗവാൻ ആരാണ്, എൻ്റെ ഈ ജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു പ്രാപ്തി സത്വഗുണത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് അത് കിട്ടില്ല എന്ന് പറയുന്നു. So there are many different kinds of living entities, human beings, demigods, animals, etc. And each and every one of them is under the influence of material nature. All of them have forgotten the transcendent personality of God. Those who are in the modes of passion and ignorance, and even those who are in the mode of goodness, cannot go beyond the impersonal Brahman conception of the absolute. Appo even സാത്വിക ഗുണത്തിലുള്ള ആൾക്കാർക്കും ആ ബ്രഹ്മജ്യോതിക്ക് മീതെ പോവാൻ ബുദ്ധിമുട്ടാണ്. They are bewildered before the Supreme Lord in his personal feature, which possesses all beauty, opulence, knowledge, strength, fame, and renunciation. When even those who are in goodness cannot understand, what hope is there for those in passion and ignorance? Krishna consciousness is transcendent to all these three modes of material nature, and those who are truly established in Krishna consciousness are actually liberated. അപ്പോൾ ആരാണ് actually liberated person? ടോട്ടലി 100% കൃഷ്ണ കോൺഷ്യസ് ആക്ടിവിറ്റീസിൽ ജീവിക്കുന്ന ആൾക്കാർ, അത് ഫോളോ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് ചേക്കാറാൻ പറ്റുള്ളൂ. ഇല്ലാത്തവർക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. സോ ഇനി എന്തെങ്കിലും പോയിന്റ്സ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടോ, ഓർ വല്ല ചോദ്യങ്ങളും ഉണ്ടോ? ഹരിബോൾ. ഓക്കെ, നിഷ മാതാജി വല്ലതുണ്ടോ, ഡൗട്ട് വല്ലതും ഉണ്ടോ? നിഷ മാതാജി വല്ല ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ആൻഡ് സച്ചി മാതാജി?
ഓക്കെ, സോ അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ദേവി ഹി ഏഷ ഗുണമയീ മമ മായ ദുരത്യയാ മാം ഏവയേ പ്രപദ്യന്തെ മായാം ഏതാം തരന്തി തേ. നിഷ മാതാജി. देवी हेष्या गुणमयी मम माया दुरत्यया मामेव ये प्रपद्यन्ते मयामेतां तरन्ति ते. Prabhuji, translation. Hare Krishna. Hare Krishna. This divine energy of mind, consisting of the three modes of material nature, is difficult to overcome, but those who have surrendered unto me can easily cross beyond it. Okay. നിഷ മാതാജി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ, എന്താ മനസ്സിലായതെന്ന്? ഈ ത്രിഗുണങ്ങൾ ത്രിഗുണങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് എളുപ്പമല്ല. പക്ഷെ കൃഷ്ണനെ സമർപ്പിച്ച ഒരാൾക്ക് ഇത് പെട്ടെന്ന് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നമ്മൾ മായയിലെ സദായിരിക്കുന്നു. ഭഗവാന് സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. വെരി ഗുഡ്. To overcome these three types. ഓക്കെ, ഗുഡ്. അപ്പൊ ഇത് ഒരു നല്ല ശ്ലോകമാണ്. ഭഗവത്ഗീതയിലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ശ്ലോകമാണ്. മെഹനൊക്കെ അറിയില്ലേ അത് ശ്ലോകം? എന്താ അതിന്റെ അർത്ഥം? ലൈക് 3 മെറ്റീരിയൽ നേച്ചർ ഉണ്ട്. അപ്പൊ അത് ഓവർകം ചെയ്യുന്നത് കുറച്ച് കഷ്ടമാണ്. പിന്നെ കൃഷ്ണനെ സറണ്ടർ ചെയ്തവർക്ക് അതിനെ ഈസി ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ അത് നല്ല ഇതാണ്. ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. എന്നുവെച്ചാൽ ഭഗവാൻ തന്നെ എനർജിയാണ് ഇത്, വേറെ ആരെയല്ല. ഭഗവാൻ തന്നെ. ദേവി ഹി ഏഷ ഗുണമയി മമ മായ ദുരത്യയ മാം ഏവയെ പ്രപദ്യന്തെ മായാം ഏതം തരത്തിത്. ഈ ഭഗവാന്റെ തന്നെ എനർജി വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ക്രോസ് ചെയ്യാൻ, നമ്മുടെ അതിനെ തരണം ചെയ്യാൻ. പക്ഷേ അത് സാധിക്കും എങ്ങനെ? ഭഗവാനെ സറണ്ടർ ചെയ്ത ആൾക്കാർ, ഭഗവാനെ ടോട്ടലി സമർപ്പണം ചെയ്ത ആൾക്കാർക്ക് മാത്രം അത് തരണം ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ഞാൻ എന്നുള്ള അഹംഭാവം വെച്ച് നിൽക്കുകയാണെങ്കിൽ, ഞാനാണ്, എനിക്ക് കഴിയും, എനിക്ക് ഒരാളുടെയും ആശ്രയം വേണ്ട എന്നുള്ള മനസ്ഥിതിയോടുകൂടി നമ്മൾ പെരുമാറുകയാണെങ്കിൽ ഒരിക്കലും ഭഗവാന്റെ ഈ ഗുണങ്ങളെ നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ വേഴ്സ്. So this divine energy of mind, consisting of 3 modes of material nature, is difficult to overcome, but those who have surrendered unto me can easily cross beyond it. Okay, ഇപ്പൊ ചില നമ്മൾ എന്താ പറയുക, കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അവർ ഒറ്റയ്ക്ക് ചെയ്യണം, അവർ ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ലെറ്റ് us say ഒരു 5 വയസ്സ് 6 വയസ്സ് ഒരു 10 കിലോ വെയിറ്റ് ഉണ്ട്, ആ കുട്ടി ട്രൈ ചെയ്യണം അങ്ങനെ. അപ്പൊ അച്ഛൻ അവിടെ നിൽക്കണ്ട, അച്ഛനോട് ചോദിക്കുന്നില്ല, സഹായം ചോദിക്കുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട്. ഹി വാണ്ട്സ് ടു ഡു ഇറ്റ് അലോൺ. നടക്കോ? ഇല്ല. അപ്പൊ അച്ഛനോട് ഒന്ന് ചോദിച്ചാൽ മതി, ഒന്ന് അവിടെ ചോദിച്ചാൽ ഉടനെ അച്ഛനടുത്ത് പെട്ടെന്ന് എടുത്ത് പൊന്തിച്ച് കാണിച്ചു കൊടുക്കും. പക്ഷെ അത് വേണ്ട. അപ്പൊ അതേപോലെ നമ്മളെല്ലാം അഹങ്കാരികളാണ്. കാണിച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് എനിക്ക് ഒരാളെയും ആശ്രയിക്കേണ്ട, എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു മൂഡിലാണ് നമ്മളെല്ലാം. നമ്മളുടെ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരാളെയും. എന്തിനാ ഞാൻ ഭഗവാനെ ആശ്രയിക്കണം? എനിക്കെല്ലാം കഴിവുണ്ടല്ലോ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, പദവിയുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, ആൾക്കാരുണ്ട്, ഫാമിലി ഉണ്ട്. ഗജേന്ദ്രൻ ആലോചിച്ച പോലെ അല്ലേ? ഗജേന്ദ്രൻ എന്താണ് ആദ്യം ആലോചിച്ചത്? മുതല കാലിൽ കടിച്ചപ്പോ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്ന് താഴെ പോയിട്ട് വരാം, അപ്പോഴേക്കും നിങ്ങൾ സംസാരിച്ചോളൂ. സോ ഐ എം ബാക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? അതായത് നമ്മൾ വിചാരിക്കുന്നത് നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. ഗജേന്ദ്രനും അതല്ലേ പറ്റിയത്. ഗജേന്ദ്രനെ ആദ്യം മുതല പിടിച്ചപ്പോ ഞാൻ വളരെ ശക്തിമാനാണ്, പക്ഷെ എനിക്ക് കുറെ പരിവാരങ്ങളുണ്ട്, ബന്ധുക്കളുണ്ട്, ഇവരെല്ലാം കൂടി എനിക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ വിചാരിച്ചിട്ട് ആദ്യം സ്വന്തം ശക്തി ഉപയോഗിച്ചിട്ട് രക്ഷിക്കാൻ നോക്കി. സ്വയം ഒരു രക്ഷയില്ല. പിന്നെ ആ ഫാമിലി എല്ലാവരും വന്നു, ഭാര്യമാരെ, കുട്ടികൾ എല്ലാവരും കൂടി വന്ന് വലിക്കാൻ തുടങ്ങി. ഒരു രക്ഷയില്ല. അവരും എടുത്തിട്ട് അവര് പോയി. ഇത് 1-2 ദിവസമല്ല, വർഷങ്ങളോടാണ് അവര് ഗജേന്ദ്രനായിട്ട് പോയി. എന്താണ് പ്രശ്നം വന്നത്? ഇത്
വെള്ളത്തിലാണ് ഗജേന്ദ്രൻ. വെള്ളത്തിലേക്ക് ആളുടെ ഇടയ്ക്ക് വെള്ളം അതായത് ഗജേന്ദ്രന്റെ സ്ഥലമല്ല, കരയാണ്. മുതലയ്ക്ക് അഡ്വാൻറ്റേജ് എന്താണ്? ഹോം ഗ്രൗണ്ട് ആണ് അല്ലേ? അവർക്ക് ഓക്കെ, അവർക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ പതുക്കെ പിന്നെ രക്ഷയില്ല. പിന്നെ ആർക്ക് സമർപ്പണം ചെയ്തു? ഭഗവാന്. അങ്ങനെ ശരിക്കും തലയ്ക്ക് വെളു വന്നുള്ളൂ. അതുവരെ എന്റെ സ്വന്തം ബലം കൊണ്ട്, എന്റെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ നമ്മളെല്ലാവരും. ഓക്കെ, അപ്പൊ ഭഗവാന്റെ ഈ ശക്തിയെ, മായ എന്നുള്ള ശക്തിയെ, അതും ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതിനെ തരണം ചെയ്യണമെങ്കിൽ ഭഗവാനെ സമർപ്പണം ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നമുക്ക് സ്വന്തം കഴിവുകൊണ്ട് നമുക്ക് ഭഗവാന്റെ എനർജിയെ തരണം ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. Supreme Personality of Godhead has innumerable energies, and all these energies are divine. Although the living entities are part of his energies and are therefore divine, due to contact with material energy, their original superior power is covered. Okay, so due to contact with material energy, their original superior power is covered. അപ്പൊ നമ്മളുടെ ശരിക്കുള്ള superior power എന്തുകൊണ്ടാണ് കവറുന്നത്? ഈ മെറ്റീരിയൽ എനർജി കാരണം. നമ്മൾ വി ആർ ഇൻ കോണ്ടാക്ട് വിത്ത് മെറ്റീരിയൽ എനർജി. നമ്മുടെ ഭൗതിക ശക്തിയുമായിട്ട് സമ്പർക്കം വരുമ്പോൾ നമ്മുടെ ശരിക്കുള്ള സുപ്പീരിയർ എനർജി, സച്ചിദാനമായിട്ടുള്ള ആത്മാവിന് ഈ മായയുടെ അധീനത്തിൽ വരേണ്ടി വരുന്നു. ഇസ് കവേർഡ്. Being thus covered by material energy, one cannot possibly overcome its influence. As previously stated, both the material and spiritual natures, being emanations from the Supreme Personality of Godhead, are eternal. The living entities belong to the eternal superior nature of the Lord, but due to contamination by the inferior nature, matter, their illusion is also eternal. The conditioned soul is therefore called Nityabadha or eternally conditioned. അപ്പൊ നമ്മളെല്ലാം നിത്യബദ്ധ എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരും. രണ്ട് ടൈപ്പുള്ള ലിവിങ് എൻറ്റിറ്റീസ് ആണല്ലോ മെറ്റീരിയൽ വേൾഡ്, നിത്യബദ്ധ ആൻഡ് നിത്യമുക്ത. നിത്യമുക്ത എറ്റേണലി ലിബറേറ്റഡ്. അവരും അപ്പൊ അവരെന്താണ് ഈ മെറ്റീരിയൽ വേൾഡ് വരുന്നത്? നിത്യബദ്ധ എന്നുള്ള ആൾക്കാർ എന്തിനാ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നത്? അവര് സ്പിരിച്വൽ വേൾഡ് എന്താണ് ഏതെങ്കിലും മിഷനായിട്ട് ഭഗവാൻ അവിടുന്ന് എംപവർ ചെയ്ത് വിട്ടിരിക്കുകയല്ലേ? യെസ്, ഭഗവാൻ അങ്ങനെ നിത്യമുക്തന്മാരെ നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ വരും. ആക്ച്വലി അവരുടെ ലോകമല്ല ഇത്, അവരുടെ ലോകം സ്പിരിച്വൽ വേൾഡ്. പക്ഷെ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തിലേക്ക് ഒരു ഡെപ്യൂട്ടേഷൻ, അംബാസിഡേഴ്സിനെ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫീഷ്യൽസിനെ ഡെപ്യൂട്ടി ചെയ്യുന്ന പോലെ സ്പിരിച്വൽ വേൾഡിൽ നിന്ന് അങ്ങനത്തുള്ള പ്യുവർ ഡിവോട്ടീസിനെ ഇവിടേക്ക് ഡെപ്യൂട്ട് ചെയ്യും. കാരണം നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി, നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ നമ്മള് വി ആർ സ്ട്രഗ്ലിംഗ് ഇൻ ദിസ് മെറ്റീരിയൽ വേൾഡ് ഇൻ 3 modes of ഇൻഡിവിജ്വൽ. അപ്പൊ അവര് വന്നിട്ട് നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും, ഹെൽപ്പ് ചെയ്യും. അവരാണ് ഈ ആചാര്യന്മാര്. അപ്പൊ ആചാര്യന്മാരും നമ്മളെ പോലെ ജീവിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അവർ നമ്മൾ വിചാരിക്കും അവർക്കും കർമ്മഫലമുണ്ട്, അവർ നമ്മളെ പോലെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. പക്ഷെ അവർക്ക് കർമ്മഫലം ഇല്ല. അവരെല്ലാം പല പല പാഠങ്ങളിലും കൂടി നമ്മളെ ഉദ്ധരിക്കാൻ വേണ്ടി വരുന്നത്, നമ്മളെ പോലെ ജീവിക്കുന്നു. അതല്ല, ഈവൻ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിത. ഭഗവാൻ ഇവിടെ വരുമ്പോ ഭഗവാൻ ഈ 3 ഗുണങ്ങളിൽ അകപ്പെട്ടവനല്ല. പക്ഷെ ഭഗവാനും ഒരു സാധാരണ വ്യക്തിയെ പോലെ ജീവിക്കുന്നു. അപ്പൊ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അദ്ദേഹം നമ്മളെ പോലെ ഒരാളാണെന്ന്. അതേപോലെ ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാര് ഇവിടെ വരുമ്പോൾ അവരെ തെറ്റിദ്ധരിക്കുന്നു. ഇപ്പൊ നമ്മളെ ആചാര്യ ശങ്കരാചാര്യരോ അല്ലെങ്കിൽ രാമാനുജരോ മാധവാചാര്യരോ ചൈതന്യ മഹാപ്രഭു അല്ലെങ്കിൽ കൃഷ്ണപ്രഭു, അതെ, അവർക്കും ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അവരും ജനിക്കുന്നു, അവരും മരിക്കുന്നു, അല്ലെ? അവരും ഈ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നു. പക്ഷെ അവരിങ്ങനെ നിത്യമുക്തന്മാരാവുന്നത് നമുക്ക് സംശയിക്കാം. പക്ഷെ അവർ നിത്യമുക്തന്മാരാണ്. അവര് ഇങ്ങനത്തെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇട്ടിരിക്കുകയാണ്. നമ്മൾക്ക് അറിവ് തരാൻ പറയുന്നത്. ഇപ്പൊ അർജുനൻ നിത്യബദ്ധനാണോ അത് നിത്യമുക്തനാണോ? പക്ഷെ നമ്മൾ കാണുമ്പോ അർജുനനും പാണ്ഡവന്മാരും എത്ര ബുദ്ധിമുട്ടുകളാണ് സഹിച്ചിരിക്കുന്നത്, അല്ലെ? ഇത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ അവര് എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പരിതസ്ഥിതിയില് ഭഗവാൻ അവരെ ആക്കിയതാണ്. അങ്ങനെ ആ ഒരു പരിതസ്ഥിതിയിൽ വരികയാണെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ നേരിടണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു അയോഗമായ ശക്തി അവിടെ ഉപയോഗിച്ചിട്ട്
അർജുനെ അങ്ങനത്തെ ഒരു പരിസ്ഥിതിയിൽ കൊണ്ടിരുന്നു. എന്നാൽ നമുക്ക് ആ ഒരു പരിസ്ഥിതി വരുമ്പോൾ നമ്മൾ എങ്ങനെ അതിനെ മറികടക്കണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അവരെ എങ്ങനെ ഒരു ബിഗ് ഡ്രാമയാണത്, വലിയൊരു ഡ്രാമയാണ്. പ്രഭുജി, ഭഗവാൻ തന്നെ അങ്ങനെയല്ലേ 7 ബ്രദേഴ്സ് നഷ്ടപ്പെട്ടിട്ടും 6 പേര്, അതെ, എല്ലാം ദുഃഖം മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ ജീവിതത്തില്. ദേവകിക്കും വാസുദേവനും എപ്പോഴും ദുഃഖം തന്നെയുള്ളൂ അല്ലെ? അതെ അതെ. അതുപോലെ യശോദമ്മയ്ക്ക് എപ്പോഴും ആശങ്ക, എപ്പോഴും ഒരു ആങ്സൈറ്റി. കാരണം എപ്പോഴാണ് ഏത് ദിവസമാണ് എന്താ പറയാ അസുരന്മാർ വരികയെന്ന് അറിയില്ല. ഓരോ ദിവസം പുതിയ പുതിയ ഷേപ്പിലും ആകൃതിയിലും ഉള്ള അസുരന്മാരാ വരുന്നത്. അപ്പൊ ഭഗവാന്റെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ആങ്സൈറ്റിയാണ്. അപ്പൊ ആക്ച്വലി അവർ ആങ്സൈറ്റിയിലാണോ? അല്ല. പക്ഷെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോ നിത്യബദ്ധന്മാരുണ്ട്, ദാറ്റ് ഇസ് എറ്റർണലി, ആൻഡ് നിത്യമുക്തന്മാരുണ്ട്. നോ വൺ ക്യാൻ ട്രേസ് ഔട്ട് ദ ഹിസ്റ്ററി ഓഫ് ഹിസ് ബിക്കമിങ് കണ്ടീഷൻ അറ്റ് എ സർട്ടൻ ഡേറ്റ് ഇൻ ദ മെറ്റീരിയൽ ഹിസ്റ്ററി. അപ്പൊ അതുകൊണ്ടാണ് നമ്മളെ നിത്യബദ്ധ, എറ്റേണലി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കൊരു യാതൊരു പ്രതീക്ഷയും ഇല്ലേ എന്ന് വിചാരിക്കും. പ്രതീക്ഷ എന്തുകൊണ്ടാണ്? കാരണം വെച്ചാൽ എന്ന് തൊട്ടാണ് നമ്മുടെ ഇങ്ങനെ എറ്റേണലി കണ്ടീഷൻ ഉണ്ടായത് നമുക്കൊരു ഹിസ്റ്ററിക്ക് ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ലോങ് ഡ്യൂറേഷൻ ഓഫ് സ്പാൻ ഓഫ് ടൈം, അതുകൊണ്ടാണ് നമ്മൾ നിത്യം. പക്ഷെ നമ്മൾ ഭഗവാനെ എന്ന് സമർപ്പിക്കുന്നു, കംപ്ലീറ്റ് ആയിട്ട് സമർപ്പിക്കണോ, ആ സമർപ്പണം ചെയ്യുന്നു, അന്ന് നമുക്ക് വി ക്യാൻ ആൾസോ റൈസ് ടു എറ്റേണലി ലിബറേറ്റഡ് പൊസിഷൻ. Consequently, his release from the clutches of material nature is very difficult. Even though that material nature is an inferior energy, because material energy is ultimately conducted by the supreme will, which the living entity cannot overcome. Inferior material nature is defined herein as divine nature, but due to its divine connection and movement by the divine will. Okay, അപ്പോൾ ഇതിനെയും ഡിവൈൻ എന്നാ പറയുന്നത്. കാരണം ഭഗവാൻ ഡിവൈൻ ആണ്, ദിവ്യ പുരുഷോത്തം ആണ്. അപ്പൊ അവിടുന്ന് അദ്ദേഹത്തിൽ നിന്ന് വരുന്ന എല്ലാം ഡിവൈൻ ആണ്. പക്ഷെ ഇത് മെറ്റീരിയൽ ഇൻഫീരിയർ എനർജിയാണ്. നേരെ മറിച്ച് വേറൊരു ഇതിൽ പറയുന്നുണ്ട് ഭഗവാൻ മഹാത്മാനസ്തു മാം പാർത്ഥ ദേവീം പ്രകൃതിയും ആശ്രയ. മഹാത്മാക്കളെ എന്താണ്? ദേവീം പ്രകൃതി, അദ്ദേഹത്തിന്റെ ഡിവൈൻ എനർജി. ആ ഡിവൈൻ എനർജി എന്താണ്? അത് ഇന്റേണൽ എനർജിയാണ്. ഓക്കെ, ഇവിടെയും ഡിവൈൻ എനർജി പറയുന്നത് ദേവി യേശ ഗുണമയി. ഓക്കെ, അപ്പൊ രണ്ടും ഡിവൈൻ എനർജിയാണ്. പക്ഷെ മെറ്റീരിയൽ വേൾഡ്, ഭൗതിക ലോകത്തിൽ വരുമ്പോ അത് മായായിട്ട് തീരുന്നു. സ്പിരിച്വൽ വേൾഡിലുള്ളപ്പോ അത് യോഗമായിട്ട്, അതിനോ യോഗമായി, മറ്റത് മഹാമായായിട്ട് തീരുന്നു. ഓക്കെ, അപ്പൊ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരെ ഏത് പ്രകൃതി ആശ്രയിക്കുന്നു? ഭഗവാന്റെ യോഗമായ, ഓക്കെ, ഇന്റേണൽ എനർജിയെ ആശ്രയിക്കുന്നു. ഭൗതിക ലോകത്തിലുള്ള ആൾക്കാരെ ഭഗവാന്റെ എക്സ്റ്റേണൽ എനർജി ആശ്രയിക്കുന്നു. ആ ഒരു വ്യത്യാസമുണ്ട്. രണ്ടും മായ തന്നെ, രണ്ടും ഭഗവാന്റെ തന്നെ എനർജിയാണ്. ഒന്ന് ഇന്റേണൽ ആണ്, ഒന്ന് എക്സ്റ്റേണൽ ആണ്. ഭൗതിക ലോകത്തിലെ എക്സ്റ്റേണലും ദാറ്റ് ഈസ് ഇൻഫീരിയർ, ആൻഡ് സ്പിരിച്വൽ ആധ്യാത്മിക ലോകത്തിലെ ഇന്റേണലും അത് സുപ്പീരിയർ ആണ്, അത് സ്പിരിച്വൽ ആണ്. ഒന്ന് സ്പിരിച്വൽ ആൻഡ് സുപ്പീരിയർ, മറ്റത് മഹാമായ ഇൻഫീരിയർ ആൻഡ് മെറ്റീരിയൽ. രണ്ടും ഭഗവാൻ തന്നെ എനർജിയാണ്. So inferior material nature is defined herein as divine nature due to its divine connection and movement by the divine will. ഭഗവാൻ തന്നെ പറഞ്ഞു മയാധ്യക്ഷന പ്രകൃതി. ഓക്കെ, ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എനർജിയാണ്. ഓക്കെ, മെറ്റീരിയൽ ഇൻഫീരിയർ എനർജി. ഭഗവാന്റെ അധ്യക്ഷതയിലാണ് ഈ മെറ്റീരിയൽ എനർജി മൂവ് ചെയ്യുന്നതാണ് പറഞ്ഞത്. സൂയതേ സചരാചരം ഹേതു നാനേന കൗന്ദേയ ജഗത് വിപരിവർത്തത. ഈ ജഗത്, ഈ പ്രപഞ്ചം വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഭഗവാൻ തന്നെ അധ്യക്ഷതയിലാണ് പറയുന്നത്. സോ ബീങ് കണ്ടക്റ്റഡ് by divine will, material nature, although inferior, acts so wonderfully in the construction and destruction of the cosmic manifestation. The Vedas confirm this as follows: Mayam tu prakratim vidyam mayinam tu maheshwaram. Although Maya illusion is false or temporary, the background of Maya is the supreme magician, the personality of Godhead who is Maheshwara, the supreme controller. Svetasvatara Upanishad. നമ്മുടെ ഈ എന്താ പറയാ പാവക്കളി കണ്ടില്ലേ? കൂത്ത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ആരൊക്കെ കണ്ടിട്ടുണ്ട്? നാട്ടില് കണ്ടിട്ടുണ്ട്. സച്ചി മാധവി കണ്ടിട്ടുണ്ടോ പാവക്കൂത്ത്? ഞാൻ അനുഭവിക്കുന്നുണ്ട് പ്രഭു, ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, നിഷ മാതാജി കണ്ടിട്ടുണ്ടോ?
പാപകൂത്ത് കണ്ടിട്ടുണ്ടോ? ആ, അതില് ആരാണ് അതിന്റെ കൺട്രോൾ ചെയ്യുന്നത്? സ്വയം ചലിക്കുന്നതാണോ അതോ അതിന്റെ പിന്നിൽ ഒരു മാജീഷ്യൻ ഉണ്ടോ? അതെ, ശരിക്ക് പിന്നിൽ ആൾക്കാരുണ്ട്. അത് കാണുന്നില്ല എങ്ങനെയാണ്. അവർ ചിലപ്പോ കൈ ഇങ്ങനെ കണ്ടായിരിക്കും, പക്ഷെ ആ സ്ട്രിങ്സിനെ ഒന്നും കാണുന്നില്ല, അവർ മൂവ്മെന്റ്. പക്ഷെ അതിങ്ങനെ കളിക്കുന്ന കാണുമ്പോൾ നല്ല രസമാണ്. അതേപോലെ നമ്മളെല്ലാം പപ്പറ്റ്സ്, വി ആർ ഓൾ പപ്പറ്റ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് സുപ്രീം ലോർഡ്. അപ്പൊ ആ ത്രെഡ് നമുക്ക് കാണുന്നില്ല, സ്ട്രിങ് കാണുന്നില്ല, അല്ലെ? ഭഗവാൻ പറയുന്ന പോലെ ആ എന്താ പറയാ മാല, നെക്ലസ് മാലയില്, മുത്തുമാലയിലുള്ള ആ ത്രെഡ് നമുക്ക് കാണുന്നില്ല, പക്ഷെ ഭഗവാൻ ഉണ്ട് അവിടെ. അപ്പോ ഇതിന്റെ എല്ലാം പിന്നിലെ ഒരു സുപ്രീം മജീഷ്യൻ ഉണ്ട്, അതാണ് ഭഗവാൻ. ആൻഡ് ഹി ഈസ് ദ സുപ്രീം കൺട്രോളർ. So another meaning of guna is rope. It is to be understood that the conditioned soul is tightly tied by the ropes of illusion. അപ്പൊ ഈ കയറെന്ന് പറഞ്ഞാൽ നമ്മളെ ബന്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളെ എങ്ങനെ ബന്ധിച്ചിരിക്കുന്ന? ഈ കയറില്ലാണ്ട് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത്. കയറില്ലാണ്ട് എങ്ങനെ ബന്ധിച്ചിരിക്കുന്നത്? കണ്ടീഷൻ ചെയ്തു വെച്ചു. ഈ 3 ഗുണങ്ങളെ കൊണ്ട്, അല്ലേ? ഈ 3 ഗുണങ്ങളെ കൊണ്ട് കയറില്ലാണ്ട് നമ്മൾ ബന്ധിച്ചു. അപ്പൊ ഗുണ ഈസ് ഇൻ അതർ വേർഡ്സ്. So it's to be understood that conditioned soul is tightly tied by the ropes of illusion. A man bound by the hands and feet cannot free himself. He must be helped by a person who is unbound. അപ്പോ ഒരാളുടെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്, അയാളോട് പറയാണ് മറ്റൊരാളുടെയും കൈയും കാലും കെട്ടി, അയാളെ എന്താ പറയാ മോചിപ്പിക്കാൻ പറ്റുമോ ഇയാൾക്ക്? 2 പേരുടെയും കൈയും കാലും കെട്ടിരിക്കുക. അപ്പൊ ഒരാൾക്ക് മറ്റൊരാളെയും മോചിപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ആർക്ക് മോചിപ്പിക്കാൻ പറ്റും? ഫ്രീ ആയിട്ടുള്ള ആൾക്കാര്. ഓക്കെ, 2 പേരുടെയും കൈയും കെട്ടിയിരിക്കാൻ പറ്റില്ല, പക്ഷെ ഒരാളുടെ കൈയും കാലും കെട്ടിയിട്ടില്ലെങ്കിൽ ഫ്രീ ആണെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരാളെ മോചിപ്പിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ കണ്ടീഷൻ ലിവിങ് എഡിറ്റേഴ്സ് ആണ് നിത്യബദ്ധാസ്. അപ്പൊ നിത്യബദ്ധാസിനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിത്യമുക്തന്മാർ വരണം. അവർ ഫ്രീ ആണ്, അവർ കൈയും കെട്ടിയിട്ടില്ല, കാലും കെട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ്സിനെ നമുക്ക് ശരണം പ്രാപിക്കണം, സമർപ്പണം ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അർജുനെ പോലെ ഭഗവാനെ ഡയറക്റ്റ് സമർപ്പണം ചെയ്യാം. അദ്ദേഹത്തിനെ ഭഗവാനുമായിട്ട് സ്വീകരിക്കാം, സ്പിരിച്വൽ മാസ്റ്റർ ആയിട്ട് സ്വീകരിക്കാം. പക്ഷെ നമുക്ക് അതിനുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഭഗവാനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ത്രൂ സ്പിരിച്വൽ മാസ്റ്റർ ഈസ് ഫ്രീ ആൻഡ് ഹി ക്യാൻ ലിബറേറ്റ് us. Okay, അപ്പൊ അതുകൊണ്ട് therefore only Lord Krishna or his bona fide representative, the spiritual master, can release the conditioned soul. Without such superior help, one cannot be freed from the bondage of material nature. The devotional service or Krishna consciousness can help one gain such release. Krishna, being the Lord of the illusory energy, can order this insurmountable energy to release the conditioned soul. He orders this release out of his causeless mercy on the surrendered soul and out of his paternal affection for the living entity, who is originally a beloved son of the Lord. Therefore, surrender unto the lotus feet of the Lord is the only means to get free from the clutches of the stringent material nature. അപ്പൊ നമുക്ക് ഈ നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ഉടനീളം കാണാം, ഓക്കെ, എല്ലാം മെയിൽ ഓറിയന്റഡ് ആണ്. ഓക്കെ, ഹു ഇസ് ഒറിജിനലി ബിലവഡ് സൺ ഓഫ് ദ ലോർഡ്, വൈ നോട്ട് ഡോട്ടർ? എന്തുകൊണ്ടാണ് അതിനെല്ലാം മാൻ, സൺ, പക്ഷെ അവിടെ ഡോട്ടർ, വിമൻ എന്ന് ഉപയോഗിക്കുന്നത് എന്താണ് കാരണം? ത്രൂ ഔട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളില് ഇറ്റ്സ് എ മെയിൽ ഓറിയന്റഡ്. കാരണം എന്താണ്? അവിടെ ഒരു ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഇത്? സ്ത്രീ പുരുഷൻ എന്നുള്ളത് മീൻസ് രണ്ടിനും കൂടിയിട്ട് അല്ലേ യൂസ് ചെയ്യുന്നത്? ഒന്നുകൂടി കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയാം. ഭഗവാൻ മാത്രമേ പുരുഷനായിട്ടുള്ളൂ. ഭഗവാൻ മാത്രമേ പുരുഷനായിട്ടുള്ളൂ. ഓക്കെ, യെസ്, പറയൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തിനാ മെയിലായിട്ട് കണക്കാക്കുന്നത്? സോ ഇവിടെ നമ്മുടെ ഉടനീളം നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞ് ഓക്കെ, മാൻ ക്യാൻ ഗെറ്റ് ലിബറേറ്റഡ്. ഓക്കെ, പ്രഭുപാദ ട്രാൻസ്ലേഷനിലും എല്ലാറ്റിലും അങ്ങനെ മാൻ നെവർ, ഒരു സമയത്തും കൂടി ഒരു സ്ഥലത്തും കൂടി നമ്മുടെ ശാസ്ത്രത്തിൽ വിമൻ എന്ന് പറയുന്നില്ല, ലേഡീസ് എന്ന് പറയുന്നില്ല. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ടോ ഹിസ് പെറ്റേണൽ അഫെക്ഷൻ ഫോർ ദ ലിവിംഗ് എൻറ്റിറ്റി ഹു ഇസ് ഒറിജിനലി ബിലവഡ് സൺ ഓഫ് ദ ലോർഡ്. ബിലവഡ് ഡോട്ടർ ഓഫ് ദ ലോർഡ് എന്ന് പറയാറില്ലേ? എന്തുകൊണ്ട് ഡോട്ടർ എന്ന് ഉപയോഗിച്ചില്ല അവിടെ?
Mom means Vishnu Prabhu, Prabhu, Devi Prabhu. but I think mom means Krishna. മനസ്സിലായില്ലേ? Clear ആയില്ല? അല്ലേ പ്രഭു? Okay, എല്ലാവർക്കും യെസ് രൂപേശ്വരി മാതാജി എന്തോ പറയുന്നുണ്ടായിരുന്നു. പ്രഭുജി, ഭഗവാനാണ് ആകെയുള്ള പുരുഷൻ, അപ്പൊ ഭഗവാൻ മാത്രമാണ് എൻജോയർ. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മളെല്ലാം ഇവിടെ എൻജോയ് ചെയ്യാമെന്ന് കാണിക്കുകയാണ്, ഭഗവാനെ പോലെ ആവണം എന്നുള്ളത് കാണിക്കുകയാണ്. അപ്പൊ ശരിക്കുള്ള എൻജോയർ എന്ന് പറയുന്നത് പുരുഷനാണ്. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്, യു ആർ ആൾമോസ്റ്റ് ടു ദ പോയിന്റ്. പുരുഷൻ എന്ന് പറഞ്ഞ ഒറ്റ ആളേ ഉള്ളൂ, അതാണ് ഭഗവാനാണ്. അപ്പൊ നമ്മളുടെ റിലേഷൻ ഭഗവാനുമായിട്ട് വയ്ക്കുമ്പോൾ നമ്മളെല്ലാം പ്രകൃതിയാണ്, നമ്മളെല്ലാം പ്രകൃതിയാണ്. ഓക്കെ, വി ആർ പ്രൊട്ടക്റ്റഡ്. പ്രകൃതി ഓൺ ഇറ്റ്സ് ഓൺ ഒന്നും ചലിക്കാൻ പറ്റില്ല. പ്രകൃതി ആരുടെ ഇതിനാണ് സൂപ്പർവിഷനാണ് ചലിക്കുന്നത്? ഭഗവാന്റെ മയാധ്യക്ഷണ പ്രകൃതി, അല്ലെ? അപ്പൊ ഈ ഭൗതിക ലോകത്തിലുള്ള നമ്മളെല്ലാവരും, ഈവൻ ആധ്യാത്മിക ലോകത്തിലും എവിടെയാണെങ്കിലും നമ്മളെല്ലാം സബോർഡിനേറ്റ്. അപ്പൊ പ്രകൃതിയാണ് ആക്ച്വലി നമ്മൾ ഈവൻ നമുക്ക് എന്താ പറയാ, മെയിൽ ഫോം ഉണ്ട്, ഫീമെയിൽ ഫോം ഉണ്ട്. ഓക്കെ, ആണുങ്ങളുടെയും സ്ത്രീകളുടെ ആയിട്ടുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളുടെ ഫോം സെപ്പറേറ്റ് ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഭഗവാനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെല്ലാവരും സ്ത്രീ ഫോമിലാണ് ശരി, പുരുഷന്റെ ഫോമിലാണ് ശരി, നമ്മളെല്ലാം പ്രകൃതിയാണ്, ഫെമിനിൻ ഇൻ ജെൻഡർ. പക്ഷേ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് വന്ന് എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നപ്പോൾ നമ്മൾ പുരുഷനായിട്ട് ആക്ട് ചെയ്യുന്നു. നമ്മൾ പുരുഷനല്ല. എൻജോയ് ചെയ്യാൻ പുരുഷന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് വരുമ്പോ നമ്മുടെ പുരുഷ പ്രകൃതി, പുരുഷന്റെ ആ ഒരു ഇത് വരുമ്പോൾ, അതുകൊണ്ടാണ് പുരുഷൻ എന്ന് പറയുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടർ ആൻഡ് പ്രൊട്ടക്റ്റഡ്. പ്രൊട്ടക്ടർ ഈസ് പുരുഷൻ, പ്രൊട്ടക്റ്റഡ് ഈസ് നേച്ചർ, ഫീമെയിൽ. ഈവൻ അതർവൈസ് അപ്പൊ അതുകൊണ്ട് ഉടനീളം നമ്മൾക്ക് കാണുന്നത്, അതായത് അവിടെ ഫീമെയിൽ രംഗമില്ല, ഭഗവാൻ പുരുഷനും മറ്റുള്ള എല്ലാവരും പ്രൊട്ടക്റ്റഡ്. അപ്പൊ അത് ഫീമെയിലാണ് ശരി, മെയിലാണ് ശരി, എല്ലാം ഒരു അങ്ങനത്തെ ഒരു ജെൻഡർ യൂസ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഇപ്പം ഫീമെയിൽ ഫോമിലാണ് ശരി, മെയിൽ ഫോം, നമ്മളെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പുരുഷന്റെ അത് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് സൺ എന്ന് ഉപയോഗിക്കുന്നത് എപ്പോഴും, അല്ലെങ്കിൽ മാൻ എന്ന് ഉപയോഗിക്കുന്നത്. നമ്മള് ഫീമെയിൽ ഫോമിലാണ് ശരി, മെയിൽ ഫോമിൽ നമ്മളെല്ലാം എന്താണ് എൻജോയ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ പ്രകൃതി എന്താ, പുരുഷ പ്രകൃതിയായിട്ട് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ്. അപ്പൊ അവിടെ സെപ്പറേറ്റ് ആയിട്ട് മെയിലും ഫെമിനും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ സ്ത്രീയാണ് ശരി, പുരുഷനാണെങ്കിൽ ശരി, നമ്മളെല്ലാം എൻജോയിങ് മെന്റാലിറ്റിയുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ as long as we have that enjoying mentality, we are showing that we are Purusha. But actual Purusha is only one. അല്ലാണ്ട് അവിടെ അപ്പൊ ആൾക്കാർ പറയാണ്ടോ നിങ്ങളുടെ ഭാഗവതം അല്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ പറയും എല്ലാം മെയിൽ ഓറിയന്റഡ് ആണ്. ഇറ്റ്സ് നോട്ട് മെയിൽ ഓറിയന്റഡ്. വെദർ യു ആർ ലേഡി ഓർ യു ആർ വിമൻ ഓർ മെൻ, we are all trying to enjoy the material nature. So when you take the enjoyment position, you are acting as a Purusha. മനസ്സിലായോ? ക്ലിയർ ആയോ? സംഗതി മനസ്സിലായോ? പ്രഭുജി, അതൊരു പാരഡോക്സ് പോലെ തോന്നുന്നില്ലേ? അല്ല, പാരഡോക്സ് അല്ല. കാരണം വെച്ചാൽ നമ്മുടെ മെയിൽ ഫോമും ഫീമെയിൽ ഫോമും നമുക്ക് ഈ ഭൗതിക ലോകത്തിലുള്ളൂ. അതായത് ഇൻ ജെൻഡർ വി ആർ ഓൾ ഫെമിനിൻ, വെദർ യു ഹാവ് എ മെയിൽ ഫോം or a female form. In gender, in relationship with the supreme, we are all feminine in gender. അത് പ്രകൃതിയാണ് ശരി, men ആണ് ശരി, women ആണ് ശരി. But unfortunately, when we try to imitate the Lord as Purusha, as enjoyer, okay, അപ്പൊ അവിടെ പ്രൊട്ടക്ടർ അല്ലെങ്കിൽ എൻജോയർ. Okay, even for example ladies, മാതാജിമാര്, so they are, for example ജിഷ മാതാജി മക്കളെ ശാസിക്കുന്നു, അവരെ കൺട്രോൾ ചെയ്യുന്നു. അപ്പോ മാതാജി വിൽ ബി ടേക്കിംഗ് ദ പുരുഷ പ്രകൃതി. Okay, because you are the protector and the children are protected. The protector is the feminine and the protector is Purusha. Is it clear now? Even though you are a lady, okay, when you give protection to your children, you become Purusha.
protector and the protected. Yashodamai, protecting Krishna. Okay, so Yashodamai, although she is a lady, she is showing the Purusha Prakriti, that is protector. അപ്പൊ അവിടെ ജെൻഡർ മെയിൽ ആൻഡ് ഫീമെയിൽ ഫോം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അതേപോലെ ഇവിടെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഫീമെയിൽ ഫോം ആണെങ്കിലും ശരി മെയിൽ ഫോം ആണെങ്കിലും ശരി, നമ്മള് എൻജോയിങ് സ്പിരിറ്റ് കാണിക്കുമ്പോൾ വി ആർ ഓൾ ട്രീറ്റഡ് ആസ് ദ മെയിൽ ജെൻഡർ. ഇസ് ഇറ്റ് ക്ലിയർ? ഫോൺ വന്ന് അതാ പോയത്. Okay. So therefore surrender unto the lotus feet of Lord is the only means to get free from the clutches of the stringent material nature. അപ്പൊ നമുക്ക് ഈ പ്രകൃതിയുടെ ആ വളരെ സ്ട്രിഞ്ചന്റ് ആയിട്ടുള്ള ആ ലോസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഭഗവാനെ സമർപ്പിക്കണം. കാണിച്ചാൽ ഭഗവാനാണ് ഈ പ്രകൃതിയുടെ നാഥൻ. അപ്പൊ ആ പ്രകൃതിയുടെ നാഥനെ നമ്മള് ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്ന് കരകയറാൻ പറ്റും, മുക്തി നേടാൻ പറ്റും എന്ന് പറയുന്നു. The words Mam Eva are also significant. Mam means unto Krishna, Vishnu. Mam Eva, അതായത് എന്നെ മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഭഗവാൻ പറയുന്നില്ല നിങ്ങൾ അവിടെ പോയിട്ട് ശരണം പ്രാപിക്കൂ, ഇവിടെ പോയിട്ട് ശരണം പ്രാപിക്കൂ. സോ ക്ലിയർ അല്ലെ, ക്രിസ്റ്റൽ ക്ലിയർ ഇറ്റ് ഈസ്. മാം അല്ലെങ്കിൽ പറയുന്നത് എന്നെ ശരണം പ്രാപിക്കുന്നുണ്ട്, അത് പറഞ്ഞില്ലേ മാം ഏവ, എന്നെ മാത്രം എന്നേ പറഞ്ഞുള്ളൂ. അപ്പൊ നമുക്ക് ശരണം പ്രാപിക്കാൻ ഒരേ ഒരു വ്യക്തിയുള്ളൂ, ഒരുപാട് ഈശ്വരൻ ഒന്നേ ഉള്ളൂ. ഓക്കെ, മറ്റതെല്ലാം അദ്ദേഹത്തിന്റെ എനർജിയാണ്. അത് പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് കാണുന്നു ഈ ഭൗതിക ലോകത്തില്. ബഹു ഈശ്വരൻ അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരും അല്ലെ, സിംഗിൾ. ആക്ച്വലി നമ്മൾ മോണോതീസ്റ്റിക് ആണ്. നമ്മുടെ ഇത് നോട്ട് മോണിസം. മോണിസം ഇസ് ഡിഫറെന്റ്. മോണോതീസ്റ്റിക് ഫിലോസഫിയാണ്. there is only one God. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ശരിക്കുള്ള അറിവില്ലാത്തതുകൊണ്ട് നമുക്ക് ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവങ്ങളുണ്ട്. അവർ കല്ലും ദൈവമാണ്, മരവും ദൈവമാണ്, എന്താ പറയാ മൃഗങ്ങളും ദൈവമാണ്, എല്ലാം ദൈവമാണ്. അപ്പൊ അങ്ങനെ അവര് പരിഹസിക്കുന്നു മറ്റുള്ളവർ. പക്ഷെ അത് ശരിക്കുള്ള വാസ്തവികത മനസ്സിലാക്കിയാൽ അത് ശരിയാണ്. കാണിച്ചാൽ നമ്മൾ ശരിക്കും ഒരു മെറ്റീരിയൽ ഇതെടുക്കാൻ ഒരു കമ്പനിയിൽ ഒരു ഓണർ ഒരു കംപ്ലീറ്റ് ഒരാളാണെങ്കിൽ അയാളുടെ കീഴിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി. അതേപോലെ പ്രപഞ്ചത്തിന് ഒരു നാഥനേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ തന്നെ എനർജി പല രൂപത്തിനും ഭാവത്തിനും വരുന്നു പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട്. അത്രയും നമുക്ക് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാനോ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചില ആൾക്കാർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദൈവമുണ്ട്, അത് എങ്ങനെ സംഭവിക്കുക, അപ്പൊ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന്റെ ശരിക്കുള്ള സിദ്ധാന്തം മനസ്സിലാക്കിയാൽ നമുക്ക് അത് നല്ലൊരു ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കാൻ പറ്റും. So the words Mam Eva are also significant. Mam means unto Krishna, Vishnu only, and not Brahma or Shiva. അല്ലെങ്കിൽ പറയാമായിരുന്നു ഭഗവാനെ നിങ്ങൾ ആരെ പ്രാർത്ഥിച്ചാലും എല്ലാം എന്റെ തന്നെ അംശമാണ്, എന്റെ തന്നെ അവതാരമാണ് പറയാമായിരുന്നു. ഭഗവാൻ ചെയ്യുന്നില്ല. So, and not Brahma or Shiva. Although Brahma and Shiva are greatly elevated and are almost on the level of Vishnu. കാണിച്ചാൽ അവര് ഈ ഗുണാവതാരങ്ങളാണ്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര മൂന്നുപേരും ഗുണാവതാരങ്ങൾ. അപ്പൊ there is no difference. ഒരാള് സൃഷ്ടിയാണെങ്കിൽ ഒരാള് എന്താ പറയാ ഡിസ്ട്രക്ഷൻ, ഒരാള് മെയിൻ്റെനൻസ്, സൃഷ്ടി സ്ഥിതി സംഹാരം. അപ്പൊ അവരെല്ലാം almost on the level up. From that point of view they are on same level. It is not possible for such incarnation of Rajaguna, passion and Tamoguna ignorance to release the conditioned soul from the clutches of Maya. അപ്പൊ ഭഗവാനെ സമർപ്പണം ചെയ്താൽ മാത്രമേ നമുക്ക് മായ ഉയരാൻ പറ്റുള്ളൂ. ശിവനോ അല്ലെങ്കിൽ ബ്രഹ്മാവിനോ ആ മുക്തി തരാൻ പറ്റില്ല. In other words, both Brahma and Shiva are also under the influence of Maya. ഓക്കെ, എങ്ങനെയാണ് പറയുന്നത് കാണിച്ചാൽ അവർ ഈ മെറ്റീരിയൽ ഭൗതിക ലോകത്തിൽ വന്ന് അതിന്റെ അധിപതിയാണ്. ആക്ച്വലി ബ്രഹ്മ രജോഗുണത്തിന്റെ അധിപതിയാണ് ആൻഡ് ലോർഡ് ശിവ ഇസ് തമോഗുണത്തിന്റെ. പക്ഷെ അതിങ്ങനെ നമ്മൾ കുറെ കാലം വരുമ്പോൾ കുറച്ച് ചെറിയൊരു ഇത് വരില്ലേ, ദേ ആർ നോട്ട് ആക്ച്വലി അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് മായ, ബട്ട് സ്റ്റിൽ അതിന്റെ ചെറിയൊരു ലാഞ്ചന അവർക്ക് ഉണ്ടാന്ന് പറയുന്നത്. ഓക്കെ, ദേ ആർ സ്റ്റിൽ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് മായ. ഓൺലി വിഷ്ണു ഇസ് ദ മാസ്റ്റർ ഓഫ് മായ. Therefore, he alone can give release to the conditioned soul. The Vedas, Svedaswadhara Upanishad confirm this
in the phrase tam eva viditva, or freedom is possible only by understanding Krishna. Even Lord Shiva affirms that liberation can be achieved only by the mercy of Vishnu. Lord Shiva says, Mukti Pradata Sarvesham Vishnur Evasa Samsheha. അതായത് വിഷ്ണു മാത്രമേ മുക്തി പ്രദാനം ചെയ്യാൻ പറ്റൂ. അതിന് യാതൊരു സംശയമില്ല. സർവേശാം വിഷ്ണു ഏവന സംശയ. There is no doubt that Vishnu is the deliverer or of liberation for everyone. അത് ശിവൻ പാർവതിയോടും അതന്നെ പറയുന്നത്. ഞാൻ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, ഞാൻ തരാൻ പറ്റും, ഏത് പക്ഷെ മുക്തിക്ക് വേണമെങ്കിൽ മുകുന്ദന്റെ അടുത്ത് തന്നെ പോകണം എന്ന് വളരെ ക്ലിയർ ആയിട്ട് പാർവതിയോടും ഭഗവാൻ ശിവൻ പറയുന്നുണ്ട്. ഒരു വണ്ടർഫുൾ വേഴ്സ് ദിസ് ഈസ്, and Prabhupada has given very, very beautiful purport. Okay, 7:15. Namam dushkridino mudha prapadyante naradhama mayaya prahadajnana asuram bhavam ashrita. Sachi Mataji. Hare Krishna Prabhu. Namam dushkridho mudha prapadyante naradhama Mayaya Pahridanyana Shuram Bhavamashritah. Want to read the translation? Those miscreants who are grossly foolish, who are lowest among mankind, whose knowledge is stolen by illusion, and who partake the artistic nature of demons, do not surrender unto me. Very good. Yes, Sachi Mataji, explain cheyamo endaanu. Prabhu, ഇതില് പറയുന്നത് വന്നിട്ട് who are the four people who never surrender unto the Lord, like one who is foolish and who is lowest among mankind and illusioned person and they have demonic nature. ഇവര് 4 പേരും ഭഗവാന്റെ അടുത്ത് they will not surrender, complete surrender. And actually 7th chapter says രണ്ട് കാര്യം പറയുന്നുണ്ട്. ഒന്ന് വന്നിട്ട് who are the four people who will surrender unto the Lord and the other four people who will not surrender it. ആരൊക്കെ സറണ്ടർ ചെയ്യുന്നു അപ്പം? People അടുത്തത് വരും പ്രഭു. The distressed, desire of the wealth and knowledge and inquisitive person. Okay, ആരൊക്കെ? Distressed, The distressed, desire of wealth, the inquisitive and searching knowledge. wise. Wisely. Searching knowledge is, yeah. Okay, അപ്പൊ 4 തരത്തിലുള്ള ആൾക്കാര് ഭഗവാനെ സമർപ്പണം ചെയ്യും, 4 തരത്തിലുള്ള ആൾക്കാര് സമർപ്പണം ചെയ്യില്ല. അതിപ്പോ ആ 4 തരത്തിലുള്ള ആൾക്കാരെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് ഫുളിഷ്, വിഡ്ഢികളാണ്, അവർക്ക് അറിയില്ല എന്താണെന്ന്, എന്തിനാണ് ജീവിതം തന്നെ അറിയുന്നില്ല, അങ്ങനെ ജീവിക്കുന്ന ആളുകൾ. ലോവസ്റ്റ്, മനുഷ്യവർഗത്തിന് ഏറ്റവും താഴെ കടലിൽ കിടക്കുന്ന ആൾക്കാർ. പിന്നെ എന്താ പറയുക, ഇല്യൂഷൻ, അതായത് ഈ മായാജാലത്തിൽ കടന്നു കളിക്കുന്ന ആൾക്കാർ. പിന്നെ നിരീശ്വരവാദികൾ, ഓക്കെ, അസുരന്മാര്. ഓക്കെ, അവർക്ക് ഭഗവാൻ ഇല്ല, പിന്നെ അങ്ങനെ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ ഈ 4 തരത്തിലുള്ള ആൾക്കാര് ഭഗവാനെ ശരണം പ്രാപിക്കില്ല, ഭഗവാനെ സമീപിക്കുകയും ചെയ്യില്ല എന്ന് പറയുന്നു. So it is said in Bhagavad Gita that simply by surrendering oneself unto the lotus feet of Supreme Personality of Krishna, one can surmount the stringent laws of material nature. So at this point, a question arises. How is it that educated philosophers, scientists, businessmen, administrators, and all the leaders of ordinary men do not surrender to the lotus feet of Sri Krishna, the all-powerful personality of Godhead? Mukti, or liberation from the laws of material nature, is sought by the leaders of mankind in different ways and with great pains and perseverance for a great many years and births. But if that liberation is possible by simply surrendering under the lotus feet of Supreme Personality of Godhead, then why don't these intelligent and hard-working leaders adopt this simple method? Prabhupada ചോദിക്കുന്നത്, there are so-called philosophers, educated, intellectually, bright people, scientists, businessmen, administrators, leaders of ordinary men. അവരൊന്നും ഭഗവാനെ സറണ്ടർ ചെയ്യുന്നില്ല. എന്താ കാരണം? അവര് വിചാരിക്കുന്നത് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഇല്ല, അങ്ങനത്തെ ഒരു ശക്തി ഇല്ല
എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. Through research and experiment and all these things we can do ourselves. Okay, such a power is not existing, so why should they? അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷേ ഈ അവര് എത്രയോ കാലങ്ങളായിട്ട് റിസർച്ച് ചെയ്ത് വരുന്നതാണ് ഓരോ കാര്യങ്ങളും ഓരോ മനസ്സിലാക്കാൻ. പക്ഷെ അതൊന്നും അബ്സല്യൂട്ട് നോളജും അല്ല. പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു മെത്തേഡിനെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല? അവർ ഇങ്ങനത്തെ everything is given in the scriptures. Why don't they accept that? But they will not do it because again ഞാൻ ആണ് ഇതിന് പിന്നിലെ. എനിക്ക് എല്ലാം അറിവുണ്ട്. മറ്റുള്ളവരെ അവരുടെ കീഴില് ആ സമർപ്പണ ഭാവം ഇല്ലാത്തതുകൊണ്ട് they don't want to be belittle themselves in front of somebody. I am somebody. ഭഗവാൻ അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ അറിവുണ്ട്, എല്ലാ കഴിവുണ്ട്, ഞാൻ എന്തിനെ ഒരാളുടെ സമർപ്പണം ചെയ്യണം, ആ ഒരു മനോഭാവന എല്ലാവർക്കും ഉള്ളത്. അതുകൊണ്ട് അവരൊക്കെ മെറ്റീരിയലി ഇന്റലക്ച്വലി അവർ ഫിലോസഫേഴ്സ് ആയിരിക്കാം, സയന്റിസ്റ്റ് ആയിരിക്കാം, എല്ലാം ആയിരിക്കാം. പക്ഷെ അവർക്ക് സമർപ്പണ ഭാവം ഇല്ലാത്തതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അവര് ടോട്ടലി they go and especially they come under the clutches of Maya. ഭഗവാന്റെ തന്നെ മായാശക്തിയുടെ അധീനത്തിൽ വരുന്നവരല്ല. So they are bewildered. So the Gita answers this question very frankly. Those really learned leaders of society like Brahma, Shiva, Kapila, Kumaras, Manu, Vyasa, Devala, Ashita, Janaka, Prahlada, Bali, and later on Madhavacharya, Ramanujarya, Sri Chaitanya, and many others who are faithful philosophers, politicians, educators, scientists, etc., surrendered to the lotus feet of Supreme Person, the all-powerful authority. ഇത്രയും great personalities. ഇപ്പൊ ഇന്നത്തെ പ്രതിഭാശാലികൾ നോക്കുകയാണെങ്കിൽ ഈ പ്രതിഭാശാലികളുടെ മുമ്പില് not even an iota, അല്ലേ? ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ബ്രഹ്മ, ശിവ, കപില, കുമാരസ്, മനു, പിന്നെ ആചാര്യന്മാർ, രാമാനുജാര്യ, ചൈതന്യ, അവരുടെ മുമ്പിൽ അവരെ കമ്പയർ ചെയ്യണമെങ്കിൽ ഇന്നത്തെ പ്രതിഭാശാലികൾ ഒന്നുമില്ല. നത്തിങ്. ഈവൻ അവരും കൂടിയും ടോട്ടൽ ഭഗവാനെ സമർപ്പണം ചെയ്യുന്നു. അപ്പൊ ഇവർക്ക് എന്തുകൊണ്ട് ചെയ്തൂടാ? അഹങ്കാരം. So who are faithful philosophers, politicians, educators, scientists, surrender to the lotus feet of Supreme Person, the all-powerful authority. Those who are not actually philosophers, scientists, educators, administrators, etc., but who pose themselves as such for material gain, do not accept the plan of the path of the Supreme Lord. Okay? അവരുടെ ഇപ്പോഴത്തെ ആൾക്കാരുടെ ഈ സോ കോൾഡ് പ്രതിഭാശാലികള്, എക്സോൾട്ടഡ് പേഴ്സൺസ് പറയുന്ന ആൾക്കാർക്ക് അവർക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് they are posing, they are pseudo spiritualists or pseudo scholars. ശരിക്കുള്ള ആ അറിവ് ഇല്ലാത്തതുകൊണ്ടാണ് അവരെ അക്സെപ്റ്റ് ചെയ്യാത്തത്. So they have no idea of God. They simply manufacture their own worldly plans and consequently complicate the problems of material existence in their vain attempts to solve them. Okay? അപ്പൊ ഈ ഭൗതിക ലോകത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും അതെങ്ങനെ പരിഹരിക്കാൻ അവർ ഓരോ ഡിഫറെന്റ് മെത്തേഡ് പ്രോസസ്സും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവർ കൊണ്ടുവരാണ്. പക്ഷെ എല്ലാം ഫെയിലിയർ ആണ്. കാണിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരും. ആ സൊല്യൂഷൻ ഈ പ്രശ്നത്തെക്കാളും വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നു, അല്ലെ? ഒരു മെറ്റീരിയൽ പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു ഭൗതികമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണെങ്കിൽ നടക്കും. ഒരു മെറ്റീരിയൽ പ്രശ്നത്തിന് മെറ്റീരിയൽ സൊല്യൂഷൻ നടക്കില്ല. So day in and day out they are trying to mitigate the problems of human beings, but it is only complicating the whole process. അപ്പൊ അതുകൊണ്ടാണ് planning commissions, because the material energy nature is so powerful, it can resist the unauthorized plans of the atheists and baffle the knowledge of planning commission. അപ്പൊ ഒരുപാട് എല്ലാ ഗവൺമെന്റിനും ഡിഫറെന്റ് പ്ലാനിങ് കമ്മീഷൻ വെക്കുന്നു, ഒരുപാട് പ്ലാൻസും പ്രോസസ്സും കൊണ്ടുവരുന്നു. പക്ഷെ ഒരിക്കലും അവര് സക്സസ് ആവുന്നില്ല. കാരണം എന്താ? they have taken away the main person from their planning, അതായത് ഭഗവാൻ. ആ ഭഗവാന്റെ ആ കൃപ ഇല്ലാണ്ട് നമ്മൾ എത്ര തന്നെ പ്ലാൻ ചെയ്താലും അത് ഒരിക്കലും സക്സസ് ആവില്ല. So the atheistic plan makers are described herein by the word dushkritina or miscreants. Kriti means one who has performed meritorious work. The atheist plan maker is sometimes very intelligent and meritorious also, because any gigantic plan, good or bad,
must take intelligence into execute. But because the atheist brain is improperly utilized in opposing the plan of the Supreme Lord, the atheistic plan maker is called Dushkriti, which indicates that his intelligence and efforts are misdirected. അവർക്കു കഴിവില്ല, ബുദ്ധിയില്ല എന്നല്ല, പക്ഷെ it is not properly utilized. നല്ല ഇന്റലക്ച്വൽസ് ആണ്, ഒരുപാട് ഇന്റലക്ച്വൽസ് ഉണ്ട്, ഒരുപാട് ലിറ്റററി ഇന്റലക്ച്വൽസ്, എന്തെല്ലാം അവർ കൃതികൾ എഴുതുന്നത്, നല്ല പോയംസ്, നല്ല നോവൽസ്, സ്റ്റോറീസ്, വെരി വെരി മൈൻഡ് ബോഗ്ലിംഗ്. പിന്നെ ഫോർ എക്സാമ്പിൾ അവരുടെ സോ മെനി ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, എന്തെല്ലാം നമ്മുടെ അത് നല്ല രീതിയിൽ ആണെങ്കിൽ ശരി, ചെയ്തിട്ട് ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടക്കുന്നുണ്ട്, സയന്റിഫിക് അഡ്വാൻസ്മെന്റ്. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഇൻ ജനറൽ ഫോർ ഹ്യൂമാനിറ്റി ഈസ് ഇറ്റ് റിയലി യൂസ്ഫുൾ ഓർ ഇറ്റ് ഈസ് ഗോയിങ് ഇൻ റോങ് ഡയറക്ഷൻ, ഇറ്റ് ഈസ് ഗോയിങ് ബാക്ക്വേർഡ്? അത് നമ്മൾ ആലോചിക്കുന്നില്ല. ടെമ്പററി കംഫർട്ടും ബെനിഫിറ്റും ഉണ്ടായിരിക്കാം മെറ്റീരിയലീസ്, ബട്ട് ഈസ് ഇറ്റ് റിയലി സോ ദാറ്റ് ഇറ്റ് ഈസ് ടേക്കിംഗ് അസ് ഫോർവേഡ് ഓർ ബാക്ക്വേർഡ്? അത് ശരിക്കും നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. മാക്സിമം most of the cases it's ulta, it is opposite direction. പല തവണയും നമ്മൾ ആദ്യ കാലത്ത് എന്താ പറയുക ഉപയോഗിച്ച പലതും ഇവരിപ്പോ നിർത്തിയിട്ട് പിന്നെ തിരിച്ച് വരുമോ അത് ശരിയാണ് പറഞ്ഞിട്ട് തിരിച്ച് ബേസിക്കലി കൊണ്ടുപോകും. ആദ്യം പറഞ്ഞു വെളിച്ചെണ്ണ നല്ലതല്ല, ഓക്കെ, വെളിച്ചെണ്ണ എന്താ പറയാ ഹാർട്ട് പേഷ്യൻസ് നല്ല ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും, അതുണ്ടാക്കും. അവസാനം എന്താ കാരണം? അവിടെ ചീറ്റിംഗ് മെന്റാലിറ്റി ഉണ്ട്. അവരുടെ പാം ഓയിൽ വിറ്റഴിക്കണം, അവരുടെ ലോബി, യൂറോപ്യൻ അമേരിക്കൻ ലോബി. അപ്പൊ അതൊക്കെ മാർക്കറ്റിൽ നന്നായി വന്നപ്പോ ഇപ്പൊ വെളിച്ചെണ്ണ നല്ലതാണ്. അപ്പോൾ ദിസ് കീപ്സ് ചേഞ്ചിങ്. എല്ലാം ഒരു സെൽഫിഷ്, ഒരു അൾട്ടീരിയർ മോട്ടീവ് വെച്ചിട്ടാണ് ഈ ഇപ്പോഴത്തെ എല്ലാ സയന്റിസ്റ്റും അല്ലെങ്കിൽ ഈ സോ കോൾഡ് മെറ്റീരിയലി ഓറിയന്റഡ് പേഴ്സണാലിറ്റീസ് ചെയ്യുന്നത്. പക്ഷെ അതിന് അടിമപ്പെടാണ്ട് നമ്മുടെ ശരിക്കും നമ്മുടെ ഭഗവത്ഗീത അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിന്നെല്ലാം അറ്റ്ലീസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടാണ്ട് ജീവിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ അകപ്പെട്ടാൽ പോയി ടോട്ടലി. ഈവൻ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം, the so-called education system is of no use. So in the Gita, it is clearly mentioned that material energy works fully under the direction. One minute. ഹരേ കൃഷ്ണ. ജസ്റ്റ് ഇപ്പൊ ഫോൺ വന്നതൊരു സാഡ് ന്യൂസ് ആണ്. ദിവ്യാനന്ദ മാതാജിയുടെ അമ്മ ലെഫ്റ്റ് ഹെർ ബോഡി ജസ്റ്റ് നൗ. സോ 2 ദിവസമായിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു, വെന്റിലേറ്ററിലായിരുന്നു കോവിഡിന്റെ കാരണം. ജസ്റ്റ് നൗ ഇപ്പൊ മെസ്സേജ് കിട്ടി. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് സ്റ്റാൻഡ് ചെയ്യാം മാതാജിയുടെ ആത്മാവിന് വേണ്ടിയിട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സോ ഇത് കുറെ ഉണ്ട്. നമ്മളിത് നെക്സ്റ്റ് വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാം മാതാജി. ഓക്കെ, so 12:10 ആയി. So it will take at least another 20 minutes. So ഇത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം.